റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കുക. ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോട് നിന്നുള്ള മനുഷ്യൻ മരിച്ചപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. എന്ന് വെച്ചാൽ ഇത് പുരുഷന്മാർ റിയാക്ട് ചെയ്യുന്നതിനേക്കാളും സ്ത്രീകൾ റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. കാര്യം ഇനിയും ഇതുപോലുള്ള റിയലായിട്ട് ആർക്കെങ്കിലുമൊക്കെ ബസ്സിൽ നിന്നോ ട്രെയിനിൽ നിന്നോ മെട്രോയിൽ നിന്നോ ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്ക് അബ്യൂസ് നേരിടേണ്ട വന്നാലോ ഹറാസ്മെൻറ്റ് നേരിടേണ്ട വന്നാലോ ആളുകൾ വിശ്വസിക്കില്ല. ആളുകൾ പറയും അവർ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് പറയും. ഇത് ഒരേപോലെ ഇതുപോലുള്ള റിയൽ ഇൻസിഡൻസ് ഉണ്ടാകുന്ന സ്ത്രീകളെയും തന്നെ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന പുരുഷന്മാർ ഇതൊരു റീസൺ ആക്കി എടുക്കുകയും കൂടെ ചെയ്യും. ഇതുപോലുള്ള റീൽസിന് വേണ്ടിയിട്ടും ഒക്കെ വേണ്ടി റീച്ചിന് വേണ്ടിയിട്ടൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് എത്രയോ ഒത്തൻറ്റിക്കായി നാച്ചുറലായിട്ട് കണ്ടൻസ് ചെയ്യാം. ഇത് ആ കുട്ടി അനുഭവിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല വ്യക്തിപരമായി. പക്ഷേ ആ വീഡിയോയിലൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. ആ പെൺകുട്ടിയുടെ ഒപ്പം യാത്ര ചെയ്യുന്ന പെൺകുട്ടിക്കുണ്ടായി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ പെൺകുട്ടി അതിന് പ്രതികരിച്ചില്ല? എനിക്കൂടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് നിന്നു? എനിക്കൂടെ ഉണ്ടായാൽ വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് എന്തിനു നിന്നു? മറ്റേ കുട്ടിക്ക് ഉണ്ടായപ്പോൾ പ്രതികരിക്കണമായിരുന്നു. പ്രതികരിച്ചിരുന്നെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവില്ലായിരുന്നല്ലോ. ഒരു രീതിയിൽ അയാളെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയില്ല. ആ സാഹചര്യത്തിൽ പോലീസിനെ അറിയിക്കാൻ നോക്കിയില്ല, കണ്ടക്ടറിനെ അറിയിക്കാൻ നോക്കിയില്ല, സമൂഹത്തിന് വിട്ടുകൊടുക്കാൻ തോന്നുന്നു. സമൂഹമാണോ കോടതി? എനിക്കറിയാൻ വയ്യാനോട്ടേക്ക്. ഇൻസ്റ്റഗ്രാം ആണോ തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതം? അല്ലെങ്കിൽ ഫേസ്ബുക്കാണോ, യൂട്യൂബാണോ? നിങ്ങൾക്കൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് തന്നെ പ്രതികരിക്കണം.